പുറത്താണെങ്കിൽ നല്ല കോരിച്ചൊരിയുന്ന മഴയുടെ സൗണ്ട് കേൾക്കണ്ടേ? ഇത്ര ശക്തമായിട്ടാണ് മഴ പെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇലയുടെ അങ്ങ് കഴിച്ചാലോ. ഈ ഒരു മഴയത്ത് നല്ലൊരു ചൂട് ചായയും അതിൻ്റെ കൂടെ ഒരു ഇലയപ്പവും. നമ്മുടെ നാട്ടിൽ ഇലയപ്പം ഇലയിട എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കുറേ നാളായി ഹൈദരാബാദിൽ നിന്ന് വരുമ്പോഴേ വിചാരിച്ചായിരുന്നേ കുറച്ച് ചക്ക കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന്. പക്ഷെ ചക്കയില്ലാത്തതുകൊണ്ട് നന്നായി പഴുത്ത് കളയാനായി വെച്ചിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് നെയ്യും കൂടെ അങ്ങ് ഒഴിച്ച് അതിലോട്ട് അങ്ങ് വരട്ടിയെടുത്തു. അതിൻ്റെ കൂടെ തന്നെ 2-3 ശർക്കര കഷ്ണങ്ങളും കൂടെ ചേർത്തപ്പോൾ ആഹാ, സ്വാദ് കൊണ്ടൊന്നും പറയണ്ട കേട്ടോ. നാവിലങ്ങ് വെള്ളം ഇങ്ങനെ കുതിച്ച് ചാടുന്നു. ഇത് തന്നെ കഴിച്ചാൽ മതി. ഇത് കഴിച്ചാൽ കാര്യം നടക്കുമോ? ഇലയപ്പം കഴിക്കാൻ പറ്റുമോ? ഇന്നലെ തന്നെ കൊണ്ടുവച്ചിട്ടുള്ള നമ്മുടെ വട്ട ഇലയും കൂടെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ടാണ് ഈ വട്ട ഇലയിലൊക്കെ ഉണ്ടാക്കുന്നതേ. നമ്മൾക്കുണ്ടല്ലോ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വല്ലാത്തൊരു ഇൻട്രസ്റ്റാണ് എന്നെ സംബന്ധിച്ച്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഫോണിലത്തെ ചാർജ് അങ്ങ് തീർന്ന് ഫ്ലാഷ് അങ്ങ് ഓഫായി പോയത്. അതാണ് കേട്ടോ ഈ ഒരു കളറ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം തേങ്ങയ്ക്കാണെങ്കിൽ ഒരു ക്ഷാമമില്ലാത്ത നാടാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും തേങ്ങ ഇട്ടാലും അത്രയും നല്ല സുലഭമായിട്ട് കഴിക്കാം. അങ്ങനെ തേങ്ങയും ശർക്കരയും അതിലിങ്ങനെ വെന്ത് ഉടഞ്ഞ് ആ ഒരു സ്മെല്ല് വരുമ്പോഴേ ഉണ്ടല്ലോ, ഓഹോ എനിക്ക് വയ്യ, ഇനിയിപ്പോൾ ഇലയുടെ ഉണ്ടാക്കുമോ എന്തോ, ഇത് തന്നെ കഴിച്ചാലുണ്ടല്ലോ ഓഹ് ഒന്നും പറയണ്ട. ഏതായാലും ഇലയുടെയൊക്കെ നമ്മൾ മുൻപേ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അരിമാവൊക്കെ. ഉണ്ടാക്കാതെ പറ്റുമോ? അങ്ങനെ ഇതാ ഉണ്ടാക്കിയിട്ട് ഒരു കൈ കൊണ്ടാണ് കേട്ടോ ഫോണിലൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അതിൻ്റേതായിട്ട് പരിമിതികൾ നിങ്ങളും കൂടെ ഒന്ന് സഹിക്കണം. അങ്ങനെ ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ ഇലയപ്പം റെഡിയായി. ഈ ഒരു 2 കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കപ്പാണ്. ഇത് ഞാൻ വേറെ ആർക്കും കൊടുക്കാറില്ല. എന്തോ വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് കപ്പിനോട്. അതിൽ ഒരാൾക്ക് വെള്ളയും ഒരാൾക്ക് ചായയും, പാലും വെള്ളവും ചായയും. അങ്ങനെ നമ്മളിതാ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളെയും കൂടെ കൂട്ടാ, ഒരു കഷ്ണം നിങ്ങളും എടുത്ത് കഴിച്ചോളൂ. ചക്കയില്ലാത്ത ഒരു പഴം കൊണ്ടുള്ള ഒരു ചക്കയപ്പം കഴിച്ചവർ പറഞ്ഞതാണ് കേട്ടോ, ഇത് ചക്ക ഇവിടെ നിന്ന് കിട്ടി, ചക്കയപ്പൊക്കെ ആണോ എന്ന്. ഞാനല്ല, കഴിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞൊരു അഭിപ്രായമാണ്.